ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ അധികം ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു വരുന്നതായിട്ടുള്ള എല്ലാ എക്സാംസിനും എടുത്താലും എയിംസിൻ്റെ ആയാലും എന്തിൻ്റെ എക്സാംസ് എടുത്താലും ഒരു ചോദ്യം എപ്പോഴും ഓർപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിൻ്റെ ടൈമിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് PPH എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് ഇതിൻ്റെ ഡെഫിനിഷനും ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസും ഇതിൻ്റെ ടൈപ്പും ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും അതേ കണക്ക് കോസസും പിന്നെ അതേപോലെ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അതേ കണക്ക് ലാസ്റ്റ് ഈ സെക്ഷനിൽ നമ്മൾ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. സോ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് PPH എന്ന് പറയുന്നതിൻ്റെ മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് എടുക്കുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നതിൻ്റെ ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ മീൻസ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്, ബ്ലീഡിംഗ് എന്ന് പറയും. നമുക്ക് 2 ഡെലിവറി നോർമലി നടക്കുന്ന ഏതൊക്കെയാണ്? വജൈനൽ ഡെലിവറിയും നമ്മുടെ സിസേറിയൻ സെക്ഷൻ ഡെലിവറി. വജൈനൽ ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒരു 500 ml ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ് PPH ആണെന്ന്. അതേ കണക്ക് സിസേറിയൻ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒരു 1000 ml ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ബ്ലീഡിങ് ആണെന്ന്. ഓക്കെ. സോ പിന്നെ നമുക്കിതിൻ്റെ അകത്ത് നോക്കാൻ പറ്റുന്നത് നമ്മൾ വേറൊരു സംഭവമുണ്ട്, എന്താണെന്ന് വെച്ചാൽ സിസേറിയൻ ഹിസ്റ്റക്ടമി. അതിൽ അങ്ങനെ വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ലോസ് ഗ്രേറ്റർ ദാൻ 1500 ml ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? PPH എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇത് 3 കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോ. ഇനി ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഹൗ യു വിൽ ഐഡൻറ്റിഫൈ ഒരു പോസ്റ്റ്പാർട്ടം ഹെമറേജ് ആണെന്ന്. നമ്മൾ ഡെലിവറി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റ് ഹൈപ്പോ ടെൻഷനിൽ പോവുക, BP ഡ്രോപ്പ് ചെയ്ത്. കാരണം എന്താ, ഓൾറെഡി ബ്ലഡ് എല്ലാം ലോസായി ഇരിക്കുകയാണ് പേഷ്യൻറ്റിന്. സോ അത് കാരണം BP ഡ്രോപ്പ് ആവുകയും ഹൈപ്പോ ടെൻഷനിലേക്ക് പേഷ്യൻ്റ് പോവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, ഇൻക്രീസ്ഡ് പൾസ് റേറ്റ്. നമ്മളുടെ ഓക്സിജൻ്റെ ആ ഒരു ഡിമാൻഡ് മാനേജ് ചെയ്യാൻ വേണ്ടി, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ടക്കിക്കാർഡിയ ആകും. ദെൻ ഫാറ്റീഗ് വരും, ടയേർഡ്നെസ് വരും, ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പെയിൽനെസ്, ബോഡിയെല്ലാം വെളുത്തിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളുടെ ഒരു അമേരിക്കൻ അസോസിയേഷൻ, അതായത് അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജി ഒരു ഡെഫിനേഷൻ നമുക്ക് PPHന് തന്നിട്ടുണ്ട്. ആ ഡെഫിനേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിമാറ്റോക്രിറ്റ്, അതായത് നമ്മുടെ PCV പാക്ഡ് സെൽ വോളിയമില്ലേ, അതിൻ്റെ ലോസ് ഗ്രേറ്റർ ദാൻ 10% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? ദാറ്റ് ഈസ് PPH എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അക്കോർഡിംഗ് ടു അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ഇഫ് ദ ബ്ലഡ് ലോസ് ഈസ് ഗ്രേറ്റർ ദാൻ 10% ഓഫ് ദ ഹിമാറ്റോക്രിറ്റ്, ദാറ്റ് ഈസ് ദ പാക്ഡ് സെൽ വോളിയം, ദെൻ ഓൾസോ വി വിൽ കോൾ PPH. ഇതെല്ലാം നമ്മൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനായിട്ട് ഒരു PPHൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര എഴുതണം. അതിനുശേഷം നമ്മൾ പോകുന്നതാണ് ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇറ്റ് ഈസ് എ ലൈഫ് ത്രെട്ടനിങ് ഒബ്സ്ട്രെറ്റിക് എമർജൻസി. അതായത് നമുക്ക് ഇത് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ലേറ്റർ ലീഡ്സ് ടു സർട്ടൻ അതർ കോംപ്ലിക്കേഷൻസ് ആൻഡ് സർട്ടൻ അതർ ഡിസീസ് ആൻഡ് ഈവൻ കോസ് ടു മെറ്റേണൽ ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് PPH. സോ എ എമർജൻസി ഒബ്സ്ട്രെറ്റിക്കൽ മാനേജ്മെൻറ്റ് ഷുഡ് ബി നീഡഡ് ഫോർ PPH. നമുക്കിനി ഇതിൻ്റെ ടൈപ്സിലോട്ട് പോകാം. ടൈപ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് പ്രൈമറി PPHും രണ്ടാമത്തേത് സെക്കൻഡറി PPHും. ഓക്കെ, പ്രൈമറി PPH എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൈമറി PPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈമറി PPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലീഡിങ് ഒക്കേഴ്സ് വിത്തിൻ 24 hours. ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും പ്രൈമറി PPH. ഇതിന് നമുക്ക് 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് 3rd സ്റ്റേജ് ഹെമറേജ് എന്നും രണ്ടാമത്തേത് ട്രൂ PPH എന്നും നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പം പ്രൈമറി PPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഡെലിവർ ആയതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി PPH എന്ന് വിളിക്കും. അത് 2ആയിട്ട് നമുക്ക് പറയാം, 3rd സ്റ്റേജ് ഹെമറേജ് എന്നും ട്രൂ PPH, ട്രൂ പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്നും. 3rd സ്റ്റേജ് ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് പ്ലാസൻറ്റ ഓർ ബിഫോർ ദ ഡെലിവറി ഓഫ് പ്ലാസൻറ്റ. പ്ലാസൻ്റ് ഡെലിവറി ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്ലാസൻ്റ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും 3rd സ്റ്റേജ് ഹെമറേജ് എന്ന്. ഓക്കെ, ട്രൂ PPH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ പ്ലാസൻ്റ് ഡെലിവർ ആയതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രൂ PPH. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ.
അപ്പം നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ് സെക്കൻഡറി PPH. എന്താണ് സെക്കൻഡറി PPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ബിയോണ്ട് ദ 24 hours. നമ്മളുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് 24 ഹവേഴ്സിനുള്ളിൽ വരുന്ന 24 ഹവേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി PPH. വിത്തിൻ പ്യൂർപെറിയൽ പീരീഡ് 6 to 12 weeks, അതായത് 42 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു എന്തുണ്ടാവുന്നത് ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി PPH. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലേറ്റ് പ്യൂപ്പറൽ ഹെമറേജ് അല്ലെങ്കിൽ ഡിലേഡ് പ്യൂപ്പറൽ ഹെമറേജ്. അപ്പം നിങ്ങളത് പഠിച്ചല്ലോ, പ്രൈമറി PPH ഉണ്ട്, സെക്കൻഡറി PPH ഉണ്ട്. പ്രൈമറി ആണെങ്കിൽ വിത്തിൻ 24 hours, അത് 2 തരത്തിലുണ്ട്. തേർഡ് സ്റ്റേജ് ഹെമറേജും ട്രൂ PPH ഉണ്ട്. സെക്കൻഡറി PPH ആണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വിത്തിൻ 42 days, അതായത് നമ്മുടെ പ്യൂർപെറിയൽ പീരീഡ്, നോർമൽ പ്യൂർപെറിയൽ പീരീഡിന് ഉള്ളിലുണ്ടാവുന്നതാണ് ബ്ലീഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി PPH എന്ന്. ഇനി നമുക്കിതിൻ്റെ കോസസിലോട്ട് പോവാം. സോ കോസസ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രൂ ഹെമറേജ് എന്താണ് തേർഡ് സ്റ്റേജ് ഹെമറേജ് എന്താണ്, ട്രൂ PPH എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ട്രൂ PPH ആയിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നതെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. ഇനി നമ്മളതിൻ്റെ കോസസിലോട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല. കുറേ തവണ MCQസും കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ കോസസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈമറി PPHന് 4 കോഴ്സസാണ് ഉള്ളത്. ഒന്നാമത്തത് ടോൺ, 4T 4T എന്ന് നമ്മൾ പഠിച്ചു വെക്കും. 4T ടോൺ, എറ്റോണിസിറ്റി ഓഫ് യൂട്രസ്, ട്രോമ ടു ദ യൂട്രസ്, ടിഷ്യൂ ഇഞ്ചുറി ടു ദ യൂട്രസ്, ദെൻ അല്ലെങ്കിൽ ത്രോംബിൻ എന്ന് പറയാം. ഈ ടിഷ്യൂ എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ടിഷ്യൂ, റീറ്റെയിൻഡ് പ്ലാസൻറ്റ, അതാണ് മെയിൻ അടുത്തൊരു കോഴ്സ് എന്ന് പറയുന്നത്. ത്രോംബിൻ എന്ന് പറഞ്ഞാൽ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ഈ 4 കോഴ്സിനെ പറ്റി നമുക്ക് ഓരോന്നും ഇതിൻ്റെ റിസ്ക് എങ്ങനെയാണിത് വരുന്നത്, ഏത് അമ്മമാർക്കാണ് ഇത് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ MCQ ചോദ്യംസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആലോചിക്കേണ്ട. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. നമ്മൾ എന്താണ് സംഭവം എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ ലേറ്റർ നിങ്ങളിത് എടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. കണ്ടൻറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലായിട്ട് എങ്ങനെയായിരിക്കും പ്രഗ്നൻസിയുടെ സമയത്ത് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യൂട്രൈസ് സ്ട്രോങ് ആയിട്ട് കോൺട്രാക്റ്റ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് യൂട്രസിന് 3 ലെയറുള്ളത്, എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. നമ്മുടെ മയോമെട്രിയത്തിൽ കുറേ ഫൈബേഴ്സ് ഉണ്ട് കേട്ടോ. മയോമെട്രിയത്തിൽ ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സ് ഒരു ക്രിസ്കോസ് ലിവിങ് ലൈഗേച്ചറിൽ അങ്ങ് കംപ്രസ് ആവും. അപ്പോഴത്തേന് ഇവിടുന്ന് ഒരു ബ്ലീഡിങ്ങും ഇവിടുന്ന് ഒരു പോർസും ഒന്നും ബ്ലീഡിങ് ആവാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ക്രിസ്ക്രോസിൽ ഇവിടെ ബ്ലഡ് വെസൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. സോ ഇത് കംപ്രസ് ആയി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ബ്ലീഡിങ് വരത്തില്ല. അപ്പോൾ സ്ട്രോങ് യൂട്രൈൻ കോൺട്രാക്ഷൻ്റെ സമയത്ത് മയോമെട്രിയൽ ഫൈബേഴ്സ് ക്രിസ്ക്രോസ് രീതിയിൽ കംപ്രസ് ആവുന്നു, അതുകൊണ്ട് ബ്ലീഡിങ് കൺട്രോൾ ആകുന്നു. ഓക്കെ, ബ്ലീഡിങ് കൺട്രോൾ ആകുന്നു. നെക്സ്റ്റ് വൺ, ഓൾസോ ഡ്യൂറിങ് ദ പ്രഗ്നൻസി നമ്മളുടെ ബോഡിയിൽ എന്തായിരിക്കും, ഹൈപ്പർ കൊയാഗുബിലിറ്റി, അതായത് നല്ല കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ എന്ത് സ്റ്റേറ്റിലാണെന്ന് പറയും, ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റിലാണെന്ന് പറയും. ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എല്ലാം നിറയെ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കും ഇത്. സോ ഇതാണ് നമ്മളുടെ നോർമലായിട്ട് നമ്മളുടെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളൊന്ന്. യൂട്രൈൻ കോൺട്രാക്ഷൻ്റെ സമയത്ത് ക്രിസ് ആയിട്ട് നമ്മളുടെ മയോമെട്രിയൽ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റിലിരിക്കുന്നതുകൊണ്ടും. ഇനി യൂഷ്വലി എറ്റോണിക് യൂട്രസിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് യൂട്രൈൻ കോൺട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ ദ കോൺട്രാക്ഷൻ എബിലിറ്റി ഓഫ് ദ മസിൽസ് വിൽ ലോസ്. യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ മയോമെട്രിയൽ മസിൽസിൻ്റെ കഴിവ് എന്താകുന്നു, നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ എബിലിറ്റി ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും വെസൽസ് എന്തായിട്ട് മാറും, ഓപ്പൺ ആയിട്ടിരിക്കും. വെസൽസ്, ആ ഒരു എൻഡോമെട്രിയയിൽ കാണപ്പെടുന്ന വെസൽസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയും അതിലൂടെ ബ്ലീഡിങ് നല്ല രീതിയിൽ ഉണ്ടാവുകയും ലേറ്റർ ലീഡ്സ് ടു പോസ്റ്റ്പാർട്ടം ഹെമറേജ്. എറ്റോണിക് യൂട്രസ് ആണ് ഏറ്റവും കൂടുതൽ കോമൺ കോസ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ
PPH എന്ന് പറയുന്നത് എക്ടോണിക് യൂട്രസ് ആണ്. ഓക്കെ, ഇനി ആ ഒരു എക്ടോണിക് യൂട്രസ് വരാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആർക്കൊക്കെ എക്ടോണിക് യൂട്രസ് വരാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം അടുത്തതായിട്ട്. ഓക്കെ, ഒന്നാമത്തെ ആളാണ് നമ്മളുടെ ഗ്രാൻഡ് മൾട്ടിപാര എന്ന് പറയുന്നത്. അതായത് ഗ്രാൻഡ് മൾട്ടിപാര ഡെലിവറീസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ടൈംസ്, 5ൽ കൂടുതൽ തവണ പ്രസവിച്ച അമ്മമാരിലാണ് ഈ ഒരു കണ്ടീഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഇവർ ഓൾറെഡി ഫ്രീക്വൻ്റ് ആയിട്ട് ഡെലിവർ ആകുന്നു, ബ്ലഡ് കുറേ ലോസ് ആവുന്നുണ്ട്, വീണ്ടും ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് അനീമിയ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ലേറ്റർ കുറച്ച് ബ്ലഡ് ലോസ് ആണെങ്കിൽ പോലും ഇവർക്ക് എന്താവൂടാം, ഇവർക്ക് ലേറ്റർ ലീഡ്സ് ടു സെർട്ടൻ ബ്ലീഡിങ് കണ്ടീഷൻസ്. ആൻഡ് അതായത് ഇപ്പം 8.7 സംതിങ് ആണ് ഒരു അമ്മയുടെ HB എന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് തന്നെ ഇവരെ എന്തിലോട്ട് മാറ്റും, PPHയിലോട്ട് കൊണ്ടുപോകും. അത് കണക്ക് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് നോട്ട് ഇംപ്ലാന്റഡ് നോർമലി. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സിക്വൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി വരുന്ന അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു പ്ലാസൻ്റ വന്ന ചില സമയത്ത് മയോമെട്രിയത്തിലോട്ടും കൂടെ കയറി, യൂഷ്വലി എൻഡോമെട്രിയത്തിൽ ഇരിക്കേണ്ട പ്ലാസൻ്റ മയോമെട്രിയൽ ലെയറിനെയും കൂടെ കവർ ചെയ്തുകൊണ്ട് അങ്ങ് അറ്റാച്ച് ചെയ്യും. ഈ സമയത്ത് ഈ ഒരു മയോമെട്രിയൽ ഫൈബേഴ്സിന് ഇവിടെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റുമോ? പ്ലാസൻ്റ ഓൾറെഡി അവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ മയോമെട്രിയൽ ഫൈബേഴ്സിന് ഇവിടെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ആണ്. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് ഓഫ് മോർബിഡിലി അഡ്ഹറൻറ്റ് പ്ലാസൻ്റ. ഇത് തന്നെ ചില സമയത്ത് മയോമെട്രിയത്തിലേക്കും ചില സമയത്ത് പാരാമെട്രിയത്തിലേക്കും നമ്മളുടെ ആ ഒരു പ്ലാസൻ്റ കയറി അറ്റാച്ച് ചെയ്യും. ആരിൽ? ഗ്രാൻഡ് മൾട്ടിപാരയിൽ. ദിസ് ഇൻവാഡിങ് ടിഷ്യൂ മെക്കാനിക്കലി ഒബ്സ്ട്രക്റ്റ്. കണ്ടോ, ഇൻവാഡിങ് ടിഷ്യൂ, ഈ ഒരു ഇൻവാഡിങ് ടിഷ്യൂ മെക്കാനിക്കലി ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. എന്തിനെ? കോൺട്രാക്ഷനെയും റിട്രാക്ഷനെയും. ഇത് കാരണം എന്ത് വരുന്നുണ്ട്? ബ്ലീഡിങ് വരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യത്തെ ഗ്രാൻഡ് മൾട്ടിപാര അല്ലെങ്കിൽ 5 തവണയിൽ കൂടുതൽ ഡെലിവറായ അമ്മമാർക്ക് എന്തുകൊണ്ടാണ് ഒരു പോസ്റ്റ്പാർട്ടം ഹെമറേജിന് സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ അല്ലേ? അതായത് ഇവരെന്ത് ചെയ്യുന്നു, ഇവിടെ അനീമിക് ആവാൻ സാധ്യതയുണ്ട്, ഇംപ്ലാന്റ് ചെയ്യുന്നത് പ്രോപ്പർലി അല്ല, അതേപോലെ തന്നെ എന്താ ചാൻസ് ഓഫ് മോർബിഡിലി അഡ്ഹറൻറ്റ് പ്ലാസൻ്റ നമ്മളുടെ മയോമെട്രിയത്തിലേക്കും പാരാമെട്രിയത്തിലേക്കും കയറി ഇംപ്ലാന്റ് ചെയ്യുകയും മസിൽസിന് കോൺട്രാക്റ്റ് ചെയ്യാനും റിട്രാക്റ്റ് ചെയ്യാനും സാധിക്കാതെ വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ എറ്റോണിസിറ്റി വരാനുള്ള കാര്യമാണ് നമ്മളുടെ ഓവർ ഡിസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കുന്ന യൂട്രസ് ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? അവിടുത്തെ മസിൽസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ, കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പം ആ ഒരു കണ്ടീഷൻ ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഓർ ട്വിൻ പ്രഗ്നൻസി, പോളിഹൈഡ്രാഹമ്നോസിസ്, അതായത് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ GDM മദേഴ്സിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന പോളിഹൈഡ്രാമിനോസിസ്, മാക്രോസോംനിയ, വലിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 3.5 ഓർ ഗ്രേറ്റർ ദാൻ 4 kg ഉള്ള കുട്ടിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ യൂട്രസ് ഭയങ്കരമായിട്ട് ഡിസ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ആ ഒരു ഡിസ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന മസിൽ ഫൈബേഴ്സിന് കോൺട്രാക്റ്റ് ചെയ്യാനും റിട്രാക്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അതെന്തിന് കാരണമാകും? ബ്ലീഡിങ് കാരണമാകും. എന്തുകൊണ്ട്? എറ്റോണിസിറ്റി ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം നമ്മൾ ഒന്നാമത്തെ ഗ്രാൻഡ് മൾട്ടിപാര പറഞ്ഞു, ഓവർ ഡിസ്റ്റെൻഡ് യൂട്രസ് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് പ്രൊലോങ്ഡ് ലേബർ ഓർ പ്രസിപ്പിറ്റേറ്റഡ് ലേബർ. എന്താണ് പ്രൊലോങ്ഡ് ലേബർ ഓർ പ്രസിപ്പിറ്റേറ്റഡ് ലേബർ എന്ന് പറഞ്ഞാൽ? പ്രൊലോങ്ഡ് ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ 18 hours ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ യൂട്രസ് കോൺട്രാക്റ്റിംഗ് ഫ്രം 18 to 20 hours. യൂട്രസ് വിടാതെ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക 18 മുതൽ 20 മണിക്കൂർ വരെ. യൂട്രസ് വിഗറസ്ലി കോൺട്രാക്ട് ചെയ്യുന്ന കാരണം മസിൽസ് എല്ലാം തളർന്നു പോകും, ഫാറ്റിക്കായി പോകും. അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല? കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അവിടത്തേക്ക് എറ്റോണിസിറ്റി ആവുകയും ലേറ്റർ PPH ആവുകയും കാരണമാവും. അതുകൊണ്ട് പ്രൊലോങ്ഡ് ലേബർ ഈസ് എ സീരിയസ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രസിപ്പിറ്റേറ്റഡ് ലേബറാണ്. അതായത് എന്താണ്? ലെസ് ദാൻ 2 hour ഡ്യൂറേഷൻ. പെട്ടെന്ന് ഒരമ്മ മൾട്ടിയൊക്കെ ആകുമ്പോൾ, മൾട്ടിപാരസ് അമ്മയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്നു, ഡെലിവർ ആകുന്നു. അപ്പോൾ ഈ ഒരു വലിയൊരു സൈസിലിരുന്ന യൂട്രസ് പെട്ടെന്ന് ചെറിയൊരു സൈസിലോട്ട് പോവുക. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ബ്ലീഡിങ്ങിന് കാരണമായിട്ട് മാറുന്നു. അതും എറ്റോണിസിറ്റി ഓഫ് യൂട്രസിൻ്റെ അനദർ റിസ്ക് ആണ്. അടുത്തതാണ് നമ്മളുടെ 3rd സ്റ്റേജ് ഓഫ് ലേബർ കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ, മിസ്മാനേജ്മെൻറ്റ് ഓഫ് ദ 3rd സ്റ്റേജ് ഓഫ് ലേബർ. യൂഷ്വലി നമ്മൾ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, പ്ലാസൻ്റൽ സെപ്പറേഷൻ നോർമലി നടന്നോ, അതായത് കോഡ് ലെങ്തനിങ് ഉണ്ടോ, ഫ്ലഷ്ലി ബ്ലീഡിങ് ഓഫ് ഫ്രം ദ കോഡ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കോഡ് സെപ്പറേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് വന്നതിന് ശേഷം മാത്രം, അതും യൂട്രൈൻ കോൺട്രാക്ഷൻ്റെ സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ
പ്ലാസൻറ്റേനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അത് കണക്ക് കൺട്രോൾഡ് കോൺട്രാക്ഷൻ ഉപയോഗിക്കേണ്ടത് യൂട്രസിൻ്റെ കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനെടുക്കാൻ വേണ്ടിയിട്ട്, കോഡ് പുള്ള് ചെയ്ത് നമ്മളുടെ പ്ലാസൻറ്റേനെ വെളിയിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു മിസ്മാനേജ്ഡ് ആയിട്ട് നമുക്ക് അറിയാത്തവരാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതും ലേറ്റർ എന്തിന് കാരണമായിട്ട് മാറുമെടാ, ഇതും ഒരു ബ്ലീഡിങ്ങിന് കാരണമായിട്ട് മാറും. നെക്സ്റ്റ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഫൈബ്രോയിഡ് ഇൻ ദ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ആണ്. നമുക്ക് കോൺട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രാക്ട് ചെയ്യാൻ, യൂട്രസിന് കോൺട്രാക്ട് ചെയ്യാനോ റിട്രാക്ട് ചെയ്യാനോ പറ്റും. ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്തിന് കാരണമായിട്ട് മാറും, ബ്ലീഡിങ്ങിന് കാരണമായിട്ട് മാറും. നെക്സ്റ്റ്, ഓൾറെഡി ഐ ഡിസ്കസ്ഡ് മാൽനറിഷ്ഡ് അല്ലെങ്കിൽ അനീമിക് മദർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു സ്മോൾ ലോസ് പോലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലേറ്റർ അവരെന്തിലേക്ക് മാറും, PPHലേക്ക് മാറും. ഓക്കെ, ദേ കാൻറ്റ് ഈവൻ ടോളറേറ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ്, സോ ഇറ്റ് വിൽ ലീഡ്സ് ടു PPH. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ എറ്റോണിസിറ്റിക്ക് റീസൺ അല്ലെങ്കിൽ കോസ് ആവുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ച് നമ്മൾ ഇനി നമുക്ക് ഓരോ അടുത്തടുത്ത ടീയിലോട്ട് പോകും. ഒരു ടീ നമ്മൾ കഴിഞ്ഞു, എറ്റോണിസിറ്റി എന്തൊക്കെ കൊണ്ട് എറ്റോണിസിറ്റി വരാം, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ റിസ്ക്, എങ്ങനത്തെ അമ്മമാർക്കാണ് എറ്റോണിക് വരാനുള്ള സാധ്യത എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ആൻറ്റിപാർട്ടം ഹെമറേജ് യൂഷ്വലി വരുന്ന പ്ലാസൻറ്റ പ്രീവിയ, അതായത് ലോ ലൈൻ പ്ലാസൻറ്റ, അബ്രപ്റ്റോ പ്ലാസൻറ്റ, പ്രീമച്വർ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസൻറ്റ, അതേപോലെ തന്നെ വാസ പ്രീവിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഈ 3 കണ്ടീഷനാണ് ആൻറ്റിപാർട്ടം ഹെമറേജ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മോർബിഡിലി അഡ്ഹറൻറ്റ് പ്ലാസൻറ്റ, ഞാനിത് ഇവിടെ എഴുതാൻ കാരണം എന്താണെന്നറിയാമോ, ഇങ്ങനെ ആൻറ്റിപാർട്ടം ഹെമറേജ് അല്ലെങ്കിൽ ഒരു പ്ലാസൻറ്റ പ്രീവിയ, അബ്രപ്റ്റോ പ്ലാസൻറ്റ അല്ലെ വാസ പ്രീവിയ ഉള്ള അമ്മമാർക്ക് എന്തിനുള്ള റിസ്ക് കൂടുതലാണ്, എറ്റോണിക് യൂട്രസ് അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്, PPH വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി മോർബിഡിലി അഡ്ഹറൻറ്റ് പ്ലാസൻറ്റയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് കോമൺ കോസ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത് ടോണാണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തതാണ് നമ്മളുടെ രണ്ടാമത്തെ T, ദാറ്റ് ഈസ് ട്രോമ. സെക്കൻഡായിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഇഞ്ചുറി ടു ദ ജെനൈറ്റൽ ട്രാക്റ്റ്. അതായത് ജെനൈറ്റൽ ട്രാക്റ്റ് നമ്മളുടെ വലിയ ബേബിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെർവിക്സിന് വരാം, വജൈനയ്ക്ക് വരാം, പെരിനിയത്തിന് വരാം, യൂട്രസിന് വരാം. അങ്ങനെ എവിടെയെങ്കിലും ഇഞ്ചുറി വരികയാണ്, ട്രോമ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് PPHന് കാരണമായിട്ട് വരും. അത് കണക്ക് ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറി, സക്ഷൻ കപ്പ് ഡെലിവറി, അത് കണക്ക് പ്രസിപ്പിറ്റേറ്റഡ് ഒക്കെ വരുന്ന സമയത്തും വലിയ ഇഞ്ചുറീസ് ഉണ്ടാവാനും അത് കണക്ക് അതൊരു ട്രോമയാകാനും ബ്ലീഡ് ചെയ്യാനും കാരണമാകുന്നുണ്ട്. അടുത്ത രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് റീറ്റെയിൻഡ് ടിഷ്യൂ. യൂഷ്വലി 15 മുതൽ 20 കോട്ടിലിഡൻസ് ആയിരിക്കും പ്ലാസൻറ്റയിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലാസൻറ്റയുടെ കുറച്ച് ബിറ്റ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് നമ്മളുടെ എൻഡോമെട്രിയത്തിലിരിക്കുക. നമ്മളത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുകയും പുറത്തെടുക്കുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നോട്ട് മാനേജിങ് പ്രോപ്പർലി, ഇറ്റ് വിൽ ലീഡ്സ് ടു ബ്ലീഡിങ് ആൻഡ് ഇൻഫെക്ഷൻ, ലേറ്റർ ലീഡ്സ് ടു സെർട്ടൻ അതർ കോംപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് T ഈസ് ദ ത്രോംബിൻ. ത്രോംബിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത്, ബ്ലീഡിങ് ഡിസോർഡേഴ്സ്. അത് 2 ടൈപ്പ് നമുക്ക് പറയാം, അക്വേർഡും കൺജനീറ്റലും. അക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കോമൺലി ഒക്കെ കാണപ്പെടുന്നതാണ്, യൂഷ്വലി അബ്രപ്റ്റോ പ്ലാസൻറ്റ. ഹെൽപ്പ് സിൻഡ്രം, എന്താണ് ഹെൽപ്പ് സിൻഡ്രം അറിയാമോ? ഹീമോലൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ വരാം. അത് എനിക്ക് സിവിയർ പ്രീ എക്ലാംഷ്യ, അതായത് നമ്മളുടെ BP ഒക്കെ കൂടി പ്രോട്ടീൻ യൂറിയൊക്കെ വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രീ എക്ലാംഷിക് സ്റ്റേറ്റിൽ സിവിയർ ആയിട്ട് വരുന്ന ഒരു കേസിലും ഈ ഒരു ബ്ലീഡിങ് ഡിസോർഡർ വരാം. അതിനുശേഷം എക്ലാംഷ്യയിലും ഇത് വരാം. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് കൺജനീറ്റൽ. ഇറ്റ് ഈസ് ലെസ് കോമൺ. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അക്യോട് പറഞ്ഞപ്പം കൺജനീറ്റൽ ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ. സെക്കൻഡറി PPHൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ്. പ്രൈമറി PPHൻ്റെ എന്താണ്, എറ്റോണിസിറ്റി. മറക്കല്ലേ, MCQയിൽ കുറേ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പ്രൈമറി PPHൻ്റെ കോസ് എറ്റോണിസിറ്റി, സെക്കൻഡറി PPHൻ്റെ കോസ് റീറ്റെയിൻഡ് പ്ലാസൻറ്റ, മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഡെലിവറിയുടെ സമയത്ത് യൂസ് ചെയ്ത ഗോസിൻ്റെ മെഷർ എടുക്കുക, അതിൻ്റെ വെയിറ്റ് നോക്കുക, ഡ്രൈയുടെ വെയിറ്റ് മൈനസ് വെറ്റിൻ്റെ വെയിറ്റ്, അപ്പോൾ നമുക്കൊരു ബ്ലഡ് ലോസിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, എത്രയാണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അബ്ഡോമിൻ പാൽപ്പേറ്റ് ചെയ്യാം. അബ്ഡോമിൻ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുമാതിരി സോഫ്റ്റ്, ബോഗി, ഫ്ലാബി അല്ലെങ്കിൽ ഫ്ലാസിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പറയാം റീസൺ ഈസ് എറ്റോണിസിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദ യൂട്രസ് വെൽ കോൺട്രാക്റ്റഡ് ഓർ ഫ്രിം ആയിട്ടിരിക്കുന്ന കേസിലാണെങ്കിൽ നമുക്ക് പറയാം അബ്ഡോമിൻ പാൽപ്പേറ്റ് ചെയ്തപ്പോൾ യൂട്രസ് ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുക, അപ്പോൾ എറ്റോണിസിറ്റി അല്ല, റീസൺ
റീസൺ എന്ന് മനസ്സിലായി. മേ ബി ട്രോമ ഓർ ടിയർ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഡിസോർഡർ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഡയഗ്നോസിസ്. ഇനി നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് PPHലോട്ട് പോകാം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഏത് PPH ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്. ഒരു സീനിയർ ഡോക്ടറെ വിളിക്കണം, ഒബ്സ്ട്രീഷ്യനെ വിളിക്കണം, നഴ്സിനെ വിളിക്കണം, പീഡിയാട്രീഷ്യനെ വിളിക്കണം. ഓക്കെ, കോൾ ഫോർ ഹെൽപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നഴ്സിനോടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആയാലും 2 ലാർജ് IV ലൈൻസ് സ്റ്റാർട്ട് ചെയ്യണം പേഷ്യൻറ്റിൻ്റെ കയ്യിൽ. എന്തിനു വേണ്ടിയിട്ടാണ്, NS RL അല്ലെങ്കിൽ ക്രിസ്റ്റലോയിഡ് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിന്, കാരണം ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ബ്ലഡിൻ്റെ ക്രോസ് മാച്ചിങ്ങിന് വേണ്ടി സാമ്പിൾ എടുക്കാനും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലാർജ് IV ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്തെടുക്കണം, ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ത്രോംബിൻ ടെസ്റ്റ്, കൊയാഗുലേഷൻ ടെസ്റ്റ്, ഫൈബ്രിനോജൻ ടെസ്റ്റ്, അതെനിക്ക് ക്രോസ് മാച്ചിങ്ങിനും കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റിനും വേണ്ടിയിട്ട് ബ്ലഡ് നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ കത്തീട്രൈസ് ചെയ്യണം. ബിക്കോസ് നമ്മൾ യൂട്രസ് ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്രൈൻ കോൺട്രാക്ഷനെ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. സോ നമ്മൾ കത്തീട്രൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വൈറ്റൽ സൈൻസ്, ടെമ്പറേച്ചർ, BP പൾസ് റേറ്റ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഏത് PPH ആണോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു സീനിയേഴ്സിനെ അല്ലെങ്കിൽ ഒബ്സ്ട്രീഷ്യനെ, നഴ്സിനെ, പീഡിയാട്രീഷ്യനെ ഒക്കെ ഹെൽപ്പിന് വിളിക്കുക. 2 IV ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുക. IV ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുക മീൻസ് ഒന്ന് NS റഷ് ചെയ്യാനും, രണ്ടാമത് ബ്ലഡ് ക്രോസ് മാച്ചിങ്ങിന് എടുക്കാനും, അതേപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ബ്ലഡ് ക്രോസ് മാച്ചിങ്ങിനും ടെസ്റ്റിങ്ങിനും കൊയാഗുലേഷനും ഫൈബ്രിനോജൻ ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുക. കത്തീട്രൈസേഷൻ നടത്തുക, അതായത് ഇൻ്റർഫിയേഴ്സ് ഇൻ യൂട്രൈൻ കോൺട്രാക്ഷനിൽ ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കത്തീട്രൈസ് ചെയ്യുക, BP ഒക്കെ മെഷർ ചെയ്യാം. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൈമറി PPHൻ്റെ മാനേജ്മെൻറ്റ്, സെക്കൻഡറി PPHൻ്റെ മാനേജ്മെൻറ്റും. അതിൽ തന്നെ പ്രൈമറി PPH ഞാൻ ഓൾറെഡി പറഞ്ഞു, 3rd സ്റ്റേജും ഉണ്ട്, ട്രൂ PPH ഉണ്ട്. അതിൽ 3rd സ്റ്റേജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യൂട്രൈൻ ഫണ്ടൽ മസാജ്, അതായത് നമ്മളുടെ 4 ഫിംഗേഴ്സിലെ 4 ഫിംഗേഴ്സ് നമ്മൾ എവിടെ വെക്കണം, നമ്മളുടെ യൂട്രസിൻ്റെ ബിഹൈൻഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം തമ്പ് ഇൻ ഫ്രണ്ടും വെക്കുക. അതിനുശേഷം മസാജ് ചെയ്യുക. മനസ്സിലായല്ലോ, ബിഹൈൻഡ് വെക്കുക 4 ഫിംഗേഴ്സ്, തമ്പ് ഇൻ ഫ്രണ്ടിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതാണ് യൂട്രൈൻ ഫണ്ടൽ മസാജ്. അതിനുശേഷം നോക്കുക പ്ലാസൻ്റ എന്താവുന്നുണ്ടോയെന്ന്, സെപ്പറേറ്റഡ് ആവുന്നുണ്ടോയെന്ന്. ഇഫ് പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിറ്റോക്സിൻ കൊടുക്കാം, മെത്തർജിൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെത്തർജിൻ നമ്മൾ ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റിന് കൊടുക്കാറില്ല, ഓർത്ത് വെക്കണം. മസ്റ്റ് അവോയ്ഡ് ഫോർ ഗെസ്റ്റേഷണൽ ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റ്. ഓക്കെ, മെത്തർജിൻ കൊടുക്കത്തില്ല. ദെൻ നമ്മൾ പ്ലാസൻ്റ സെപ്പറേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ കോൺട്രാക്ഷൻ ഉപയോഗിച്ച് ഓക്സിറ്റോക്സിൻ ഇൻഫ്യൂസ് ചെയ്ത് ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാസൻ്റെയൊക്കെ വെളിയിലെടുത്തിട്ട് എല്ലാ പ്ലാസൻ്റയുടെ കംപ്ലീറ്റ് ഭാഗവും പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് പ്ലാസൻ്റ കംപ്ലീറ്റ് ചെക്ക് ഫോർ ദ കംപ്ലീറ്റ്നെസ് നോക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുക. ഇതാണ് നമ്മൾ 3rd സ്റ്റേജിൻ്റെ മാനേജ്മെൻറ്റ്. ഇത് തന്നെ നമുക്ക് മാനുവലിയും പ്ലാസൻ്റ റിമൂവ് ചെയ്യുന്നത് കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ചിലപ്പം പ്ലാസൻ്റ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ മാനുവലി റിമൂവ് ചെയ്ത് ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് 3rd സ്റ്റേജിലെ മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കോമൺ ആയിട്ടും കണ്ടുവരുന്നത് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് ട്രൂ PPH ആണെങ്കിൽ ഈ ഒരു കോൾ ഫോർ ഹെൽപ്പ് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാം, എറ്റോണിക് യൂട്രസ് ആണോ അതോ ഫ്ലാബി ആണോ. അബ്ഡോമിനൽ പാൽപേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു യൂട്രസ് ഫ്ലാബി ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലായി എന്താണ്, എറ്റോണിക് യൂട്രസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചോണം യൂട്രൈൻ മസാജ് കൊടുക്കുക. 4 ഫിംഗേഴ്സ് ഇൻ ഫ്രണ്ട് ആൻഡ് 4 ഫിംഗേഴ്സ് ബിഹൈൻഡ് ആൻഡ് തമ്പ് ഇൻ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മസാജ് കൊടുക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് യൂട്രൈൻ മസാജ് കൊടുത്തു, ബ്ലീഡിങ് കൺട്രോൾ ആകുന്നില്ല, എറ്റോണിസിറ്റി ആയിട്ട് തന്നെ ഇരിക്കാം, നമ്മൾ യൂട്രോട്രോണിക് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. യൂട്രോട്രോണിക് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഓക്സിറ്റോസിൻ 20 യൂണിറ്റ് ഓക്സിറ്റോക്സിൻ ഇൻ 500 ml NSൽ IV ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്സിറ്റോക്സിൻ ബ്ലീഡിങ് ഈസ് നോട്ട് കൺട്രോളിങ്, ബ്ലീഡിങ് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ എന്ത് ഡ്രഗ് കൊടുക്കാം, മെത്തർജിൻ കൊടുക്കുക. 0.2 mg IMൽ നമുക്ക് കൊടുക്കാം, IV-ലും കൊടുക്കാം. ഓക്കെ, 0.2 mg IM അല്ലെങ്കിൽ IV-ൽ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, ഇത് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല, ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല, ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നെക്സ്റ്റാണ് നമ്മളുടെ മീസോപ്രോസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പം മെത്തർജിൻ ആർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഹൈപ്പർടെൻസീവ് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, ഹിസ്റ്ററി അപ്പോൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ 3rd ഡ്രഗാണ് മീസോപ്രോസ്റ്റോൾ. ദിസ് ഈസ് എ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ് മീസോപ്രോസ്റ്റോൾ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു യൂട്രോട്രോണിക് ഡ്രഗാണ്. അതായത് 5 ടാബ്ലറ്റ്സ് 200 mgയുടെ 5 ടാബ്ലറ്റ്സ്, അതായത് 800 മുതൽ
1000 mg വരെ നമുക്ക് പെർ റെക്റ്റലി നമുക്ക് എന്ത് ചെയ്യാം, മീസോപ്രോസ്റ്റോൾ വെച്ച് കൊടുക്കാം. സ്റ്റിൽ ബ്ലീഡിങ് ഈസ് നോട്ട് കൺട്രോൾ, എന്ത് ചെയ്യുക, കാർബോപോസ്റ്റ് കൊടുക്കുക. കാർബോപോസ്റ്റ് ഈസ് കോൾഡ് PGF2. ഇത് നമ്മൾ കൊടുക്കുന്നത് 250 mcg ആണ്. അപ്പോൾ നമുക്ക് MG MCG ഒക്കെ തിരിഞ്ഞു. മീസോപ്രോസ്റ്റോൾ ഓൾറെഡി നമ്മൾ വെക്കുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഓർത്തിരിക്കും 800 to 1000 mg അല്ലെങ്കിൽ 5 ടാബ്ലറ്റ് നമ്മൾ 200 mg ഉള്ള ഓരോരോ ടാബ്ലറ്റ് വെച്ച് 5 ടാബ്ലറ്റ് കൊടുക്കുന്നു. മെത്തർജിൻ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെത്തർജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന M വെച്ചിട്ട്, അപ്പോൾ നമ്മൾ 0.2 mg എന്ന് ഓർക്കും. കാർബോപോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന C വെച്ചിട്ടാണ്, അപ്പം MCG 250 mcg ഓർത്ത് വെക്കണം. അങ്ങനെ 0.2 mg ആൻഡ് 250 mcg IMൽ നമ്മൾ കൊടുക്കും. ഇതിലേ നമ്മൾ ഓർത്ത് വെക്കണം, ആസ്മ പേഷ്യൻറ്റിന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. മാക്സിമം ഒരു 8 ഡോസ് വരെ ആയിരിക്കും കൊടുക്കുന്നത്. ഓരോ 15 മിനിറ്റ്സ് ഇൻ്റർവെല്ലിലെ ഗ്യാപ്പിൽ നമ്മൾ കാർബോപോസ്റ്റ് കൊടുക്കും. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 8 ഡോസ് വരെ കാർബോപോസ്റ്റ് കൊടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കാണത്തില്ല. ബ്ലീഡിങ് പേഷ്യൻറ്റ് വിൽ ഗോ ഫോർ അറസ്റ്റ് ഓർ സംതിങ്. സോ നമുക്കത് മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂട്രൈൻ മസാജ് കൊടുത്തു, യൂട്രോട്രോണിക് ഡ്രഗ് കൊടുത്തു, ഓക്സിറ്റോക്സിൻ, മെത്തർജിൻ, മീസോപ്രോസ്റ്റോൾ, കാർബോപോസ്റ്റ് ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് പറ്റുന്നില്ലടാ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, യൂട്രൈനെ കംപ്രസ് ചെയ്യണം. യൂട്രൈൻ കംപ്രഷൻ. എന്താണ് ഈ യൂട്രൈൻ കംപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. യൂട്രൈൻ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂട്രൈൻ കംപ്രഷൻ ബൈമാനുവൽ കംപ്രഷൻ. ബൈമാനുവൽ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൈമാനുവൽ കംപ്രഷൻ മീൻസ് വാട്ട്? ബൈമാനുവൽ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോത്ത് വോൾസിനെ, നമ്മളെ യൂട്രസിൻ്റെ ഓപ്പോസിറ്റുള്ള ബോത്ത് വോൾസിനെ നമ്മൾ കംപ്രസ് ചെയ്യണം. 2 കൈ വെച്ചിട്ട് കംപ്രസ് ചെയ്യണം. ഒന്ന് വജൈനയുടെ അവിടെ നിന്നും ഒന്ന് നമ്മളുടെ യൂട്രസിൻ്റെ അപ്പ് സൈഡും വെച്ചിട്ട് കംപ്രസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ സൈനസ്, ഈ ഒരു സമയത്ത് സൈനസ് കംപ്രസ് ആവും. അങ്ങനെയാണ് ബൈമാനുവൽ കംപ്രഷൻ. അയോട്ടിക് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംബ്ലിക്കസിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ എന്ത് വെക്കുക, നമ്മളുടെ ഈ ഒരു റിസ്റ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുക പെർപെൻഡിക്കുലറായിട്ട്. അതിനുശേഷം നമ്മൾ ഫെമോറൽ പൾസ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക. ഫെമോറൽ പൾസ് പാൽപ്പേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇഫ് നമ്മൾ കൊടുത്ത കംപ്രഷൻ സെറ്റ് ആവുന്നുണ്ടോ, ബ്ലീഡിങ് താഴോട്ടേക്കുണ്ടോ, ഫെമോറൽ പൾസ് ആബ്സെൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രഷൻ സെറ്റാണ്. യൂട്രൈൻ കംപ്രഷൻ കൊടുത്തു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് എഗെയിൻ കൺട്രോൾ ആവുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കും, യൂട്രൈൻ ടാമ്പോണൈഡ് കൊടുക്കും. 2 നമ്മൾ ഓർത്ത് വെച്ചോ. ബക്രി ബലൂൺ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. ബക്രി ബലൂൺ നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്യും. ഡിഫ്ലേറ്റ് ചെയ്യുക മീൻസ് ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അതിനകത്തൊരു ട്യൂബുണ്ട്. ആ ട്യൂബ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത് 200 ml കപ്പാസിറ്റി വരെ കൊടുക്കും. പക്ഷേ നമ്മൾ മാക്സിമം കപ്പാസിറ്റി ഓഫ് ബക്രി ബലൂൺ ഒരു ചോദ്യമാണ്. മാക്സിമം കപ്പാസിറ്റി ഓഫ് ബക്രി ബലൂൺ എന്ന് പറയുന്നത് 500 ml ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ മേളിലായിട്ട് ഈ ഒരു ബക്രി ബലൂൺ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ബക്രി ബലൂൺ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ ഈ ഒരു ബക്രി ബലൂണിൻ്റെ മേളിലായിട്ട് എന്തുണ്ടെന്ന് പറയുമ്പോൾ ഒരു ട്യൂബുണ്ട്. ഈ ഒരു ട്യൂബിൻ്റെ അകത്തൂടെ നമുക്ക് ബ്ലീഡിങ് എത്രത്തോളം ഉണ്ട്, കൺട്രോൾ ആവുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തതാണ് കോണ്ടം കത്തീറ്റർ. നമുക്കൊന്നും കിട്ടുന്നില്ല, ബക്രി ബലൂൺ അവൈലബിൾ അല്ല നമ്മളുടെ വാർഡിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോണ്ടം കത്തീറ്റർ യൂസ് ചെയ്യാം. ഒരു കോണ്ടം എടുക്കുക, നമുക്കതിൻ്റെ അകത്തേക്ക് NS ഇൻഫ്യൂസ് ചെയ്യുക, എന്നിട്ട് അവിടെ നമുക്ക് വെച്ച് നോക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, കോണ്ടം കത്തീറ്റർ. അപ്പം നമ്മൾ ആദ്യമേ തൊട്ട് എന്താ ചെയ്തു വന്നത്, യൂട്രസ് മസാജ് ചെയ്ത് കൊടുത്തു, യൂട്രോട്രോണിക് ഡ്രഗ് കൊടുത്തു, യൂട്രൈൻ കംപ്രഷൻസ് അയോട്ടിക്കും ബൈമാനുവലും കൊടുത്തു, യൂട്രൈൻ ടാമ്പോണൈൻസ് യൂസ് ചെയ്തു. ബ്ലീഡിങ് കൺട്രോൾ ആവുന്നില്ല. നമ്മളപ്പം എന്തിലേക്ക് പോകും, നമ്മുടെ സർജിക്കൽ മെത്തേഡിലേക്ക് പോകും. സർജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് യൂട്രൈൻ കംപ്രഷൻ ഫ്യൂച്ചർ ഇട്ട് കൊടുക്കുക. ബീലഞ്ച് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. ബീലഞ്ച് എന്ന് പറയുമ്പോൾ യൂട്രസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങും ഇങ്ങും നോക്കുക. ഇവിടുന്ന് ഒരു പിക്ചറുണ്ട്, നോക്കി പഠിക്കണം. ബീലഞ്ച് സ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്നും യൂട്രസിൻ്റെ ഒരു ആർട്ടറിനെയൊക്കെ വെച്ചിട്ട് ഇടുന്ന ഒരു സ്യൂച്ചറാണ്. ഓക്കെ, ബീലഞ്ച് സ്യൂച്ചർ. 2 ഹാക്മാൻ സ്യൂച്ചർ, 3 ചോ സ്യൂച്ചർ. ഈ 3 സ്യൂച്ചറിലും നമ്മൾ പഠിക്കണം. യൂട്രൈൻ കംപ്രഷൻ സ്യൂച്ചർ ഇതൊരു സർജിക്കൽ മെത്തേഡാണ്. നമ്മൾ ORലോട്ട് പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, ബീലഞ്ച് സ്യൂച്ചർ, ഹാക്മാൻ സ്യൂച്ചർ, ചോ സ്യൂച്ചർ. ഓക്കെ, ഇനി ഇത് ചെയ്തിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഡീവാസ്കുലറൈസേഷൻ ചെയ്യാം. ഓർത്ത് വെക്കുക, 3 ആർട്ടറീസ് ആയിരിക്കും നമ്മൾ ലൈഗേറ്റ് ചെയ്യുന്നത്. ബൈലാറ്ററൽ യൂട്രൈൻ ആർട്ടറി ലൈഗേറ്റ് ചെയ്യാം, ബൈലാറ്ററൽ ഒവേറിയൻ ആർട്ടറി ലൈഗേറ്റ് ചെയ്യാം, ആൻറ്റീരിയർ ഡിവേഷൻ ഓഫ് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി. അപ്പം 3 ആർട്ടറീസ് ബൈലാറ്ററൽ ആയിട്ടുള്ള യൂട്രൈൻ ആർട്ടറി, ബൈലാറ്ററൽ ഒവേറിയൻ ആർട്ടറി ലൈഗേറ്റ് ചെയ്യാം, ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറീസും ലൈഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം ഇത്രയും ചെയ്തിട്ടും ബ്ലീഡിങ് കൺട്രോൾ ആകുന്നില്ല. പേഷ്യൻ്റ് ഈസ് ഗോയിങ് ഫോർ അറസ്റ്റ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ BP ഫോൾ ആവുകയാണ്,
ടെൻഷൻ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററക്ടമി ചെയ്യാം ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ മാനേജ്മെൻറ്റ് ഓഫ് PPH എന്ന് പറയുന്നത്. ഞാൻ സ്റ്റെപ്പ് വൈസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞത് ട്രൂ PPHൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ട്രോമയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രോമ, എവിടെയാണ് മുറിവുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വിടുക. സെക്കൻഡറി PPH ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ റീറ്റെയിൻഡ് ടിഷ്യൂ കാരണമായിരിക്കും മോസ്റ്റ് കോമൺ കോഴ്സ്. റീറ്റെയിൻഡ് ടിഷ്യൂനെ എടുക്കുക, ഓവം ഫോർസെപ്സ് ഒക്കെ ഇല്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ജനറൽ അനസ്തേഷ്യ എടുത്തിട്ട് നമ്മളുടെ റീറ്റെയിൻഡ് ടിഷ്യൂനെ എന്ത് ചെയ്യുക, തിരിച്ചെടുക്കുക. അതാണ് നമ്മളുടെ സെക്കൻഡറി PPH എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ പഠിക്കാനുള്ളത്? നമ്മളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വായിച്ച് നോക്കുക, നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന്. Among the following, the event during pregnancy that require immediate attention by physician. Immediate attention physician കൊടുക്കേണ്ടത് ഏതിനായിരിക്കണം? ബാക്ക് ഏക്കിനാണോ, ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ ആണോ, ഡിപ്പെൻഡൻറ്റ് പീഡൽ എഡിയമയ്ക്കാണോ, അതോ ബ്ലീഡിംഗ് പെർവജനിക്കാണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ഏക്ക് ആയാലും ഫ്രീക്വൻറ്റ് മിച്ചുറേഷൻ ആയാലും ഡിപ്പെൻഡൻറ്റ് പീഡൽ എഡിയമ ആയാലും യൂഷ്വലി പ്രഗ്നൻസി ടൈമിൽ വരുന്ന സിംറ്റംസാണ്. ബട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട ഏത് സിംറ്റംസിനാണ്? ബ്ലീഡിംഗ് പെർവജനയാണ്. ഇത് ലേറ്റർ അതർ കോംപ്ലിക്കേഷൻസിനൊക്കെ കാരണമാകും. അതുകൊണ്ട് നമ്മൾ ബ്ലീഡിംഗ് പെർവജനയ്ക്കായിരിക്കും നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പൊട്ടൻഷ്യൽ സൈൻ ഓർ സിംറ്റംസ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്? പോസ്റ്റ്പാർട്ടം ഹെമറേജിൻ്റെ പൊട്ടൻഷ്യൽ സൈൻ ആൻഡ് സിംറ്റം ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏതായിരിക്കും? അബ്ഡോമിനൽ പെയിൻ ആണോ, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ആണോ, ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ഓർ ഫ്രീക്വൻസി ആണോ, ഇൻക്രീസ്ഡ് യൂട്രൈൻ ഫിംനസ് ആണോ? ഓൾറെഡി നമുക്കറിയാം പോസ്റ്റ്പാർട്ടം ഹെമറേജ് വന്നാൽ ഹൈപ്പോടെൻഷൻ വരും. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നമ്മളുടെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് കോസ് ഓഫ് മെറ്റേണൽ ഡെത്ത് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. ഈസി, ഹെമറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. എന്താണ് മോസ്റ്റ് കോമൺ കോസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈമറി PPH ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? യൂട്രൈൻ അറ്റോണിസിറ്റി എഴുതണം. വജൈനൽ ലാസറേഷൻ കാണില്ല, ബ്ലീഡിംഗ് ഡിസോർഡർ കാണില്ല, ഹെമറ്റോളജിക്കൽ ഡിസോർഡർ കാണില്ല. ഇതെല്ലാം ഉണ്ട്, ബട്ട് മോസ്റ്റ് കോമൺലി വരുന്ന ഏതാണ്? നമ്മളുടെ യൂട്രൈൻ അറ്റോണി. ഓപ്ഷൻ ഡി. അടുത്തത്, PPH ഇൻ NVD ഈസ് ദ ലോസ് ഓഫ് ബ്ലഡ് വിച്ച് ഈസ് മോർ ദാൻ. ഓൾറെഡി ഫസ്റ്റ് ഡെഫിനിഷനിൽ ഫസ്റ്റ് പഠിപ്പിച്ചത് തന്നെയാണ്. എന്ത്? മോർ ദാൻ 500 ml. ഓപ്ഷൻ സി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് ദ മോസ്റ്റ് കോമൺ യൂസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് PPH? PPHൻ്റെ മാനേജ്മെൻറ്റിൽ ആദ്യം നമ്മൾ കൊടുത്തത് എന്താണ്? ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ കഴിഞ്ഞിട്ട് എന്താ കൊടുത്തത്? നമ്മൾ മെത്തർജിൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തു? നമ്മളുടെ മീസോപ്രോസ്റ്റോൾ. അത് കഴിഞ്ഞിട്ട് കാർബോബൂസ്റ്റ്. ഓർമ്മയുണ്ടല്ലോ ഞാൻ പഠിപ്പിച്ച ഓർഡറൊക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് എന്താണ്? ഓക്സിറ്റോക്സിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ കോസ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. എന്താണ് കോസ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്? എറ്റോണിക് യൂട്രസ്, ട്രോമ, ബ്ലഡ് കൊയാഗുലോപ്പതി, ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും? മോസ്റ്റ് കോമൺ എന്നൊന്നും ചോദിച്ചിട്ടില്ല, വെറും കോസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു കോസായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മേജർ കോംപ്ലിക്കേഷൻ ഇൻ ദ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ലേബറിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൽ ഏതാണ് നമ്മളിപ്പം പഠിച്ച കണ്ടീഷൻ? PPH. ഓക്കെ, എറ്റോണിക് യൂട്രസ് ഒക്കെ ഇതിൻ്റെ ഒരു കോസാണ്, പക്ഷേ ഇത് എല്ലാം കൂടെ കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ദ മെറ്റേണൽ ഒബ്സർവേഷൻ ഫോളോയിങ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. പോസ്റ്റ്പാർട്ടം ഹെമറേജ് കഴിഞ്ഞതിന് ശേഷം അമ്മേനെ എന്തൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്? ഒന്നാമത് ടോട്ടൽ ബ്ലഡിൻ്റെ ലോസ് കണ്ടെത്തുക. രണ്ടാമത്തത് റെക്കോർഡ് പൾസ് ആൻഡ് ടെമ്പറേച്ചർ എവറി 15 മിനിറ്റ്സ്. മൂന്നാമത്തത് മോണിറ്റർ ദ സെൻട്രൽ വീനസ് പ്രഷർ. നാലാമത്തത് അഡ്മിനിസ്റ്റർ IV ഫ്ലൂയിഡ്സ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ ടു കോമ്പാക്ട് ദ ഫ്ലൂയിഡ് ലോസ്. ഫ്ലൂയിഡ് ലോസിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? IV ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുക? നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? നമുക്കിതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും ഒരാളെ അല്ലേ? സെൻട്രൽ വീനസ് പ്രഷർ നമ്മളിവിടെ നോക്കുമോ? ഇല്ല. അപ്പോൾ അവനില്ല, ഉറപ്പിച്ചു. അപ്പോൾ സി വരാത്ത ഓപ്ഷൻ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ സി ഇല്ല, ഇതിൽ സി ഇല്ല, ഇതിൽ സി ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ. അപ്പം ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് PPH. ഓൾറെഡി ഞാൻ പലതവണ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്തത് എറ്റോണിക് യൂട്രസ്. ഓക്കെ, മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ദ ഡെലിവറി നേഴ്സ് സസ്പെക്ട് എറ്റോണിക് PPH ഇൻ ദ ക്ലയൻറ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ പ്രയോറിറ്റി ഇൻ്റർവെൻഷൻ. പ്രയോറിറ്റി ഇൻ്റർവെൻഷനായിട്ട് നമുക്ക് ഏതാ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. എന്തായിരിക്കും?
ആദ്യം മസാജ് ചെയ്യണം, പിന്നെ അഡ്മിനിസ്റ്റർ 10, ദെൻ അഡ്മിനിസ്റ്റർ എർഗോമെറ്റിൻ, റിപ്പോർട്ട് ടു ദ ഡോക്ടർ. ഫസ്റ്റ് എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ യൂട്രസ് മസാജ് ചെയ്യണം. അതാണ് നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ട ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ് എക്സെപ്റ്റ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മിഫിപ്രിസ്റ്റോൾ യൂസ് ചെയ്യോ, മീസോപ്രോസ്റ്റോൾ യൂസ് ചെയ്യോ, സിൻടോക്സിൻ യൂസ് ചെയ്യോ, സിൻഡോമെത്തിൻ യൂസ് ചെയ്യോ? ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ പറഞ്ഞേ. കണ്ടെത്തിയോ? നമ്മളെ മിഫിപ്രിസ്റ്റോൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാത്ത, ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സിൻഡോക്സിൻ എന്ന് പറഞ്ഞാൽ പിറ്റോക്സിൻ്റെ ഒരു വേറൊരു ഫോമാണ്. മെത്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിൻഡോക്സിനും മെത്രജിനും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ മിഫിപ്രിസ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. അത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന എന്തിൻ്റെ സമയത്താണ്? അബോർഷൻ്റെ സമയത്ത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ മിഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി PPH ഈസ്. പ്രൈമറി PPH എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? ദ ഹെമറേജ് occurs within 24 hours followed by the birth. It is called primary PPH. Option A is the correct answer. If it is secondary PPH എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീഡിങ് occurs within after 24 hours to 42 days. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സർജിക്കൽ മാനേജ്മെൻറ്റ് ഫോർ ദ PPH ഇൻക്ലൂഡ്. ഒന്നാമത്തത് ലൈഗേഷൻ ഓഫ് യൂട്രൈൻ ആർട്ടറി, ligation of ovarian and uterine artery anastomosis, ligation of anterior division of internal iliac artery. ഓക്കെ, ഇതിൽ മൂന്നിലേതാണ് പറയാമോ? ലൈഗേഷൻ ഓഫ് യൂട്രൈൻ ആർട്ടറി ആണോ? ഞാൻ പഠിപ്പിച്ചതായത് 3 നമ്മൾ പഠിപ്പിച്ചതാണ്. അതെന്താണ്? ഡീവാസ്കുലറൈസേഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഹെഡിങ്ങിനകത്ത് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് അല്ലേ ആൻസർ. സോ നമ്മളുടെ ഇതിൻ്റെ ആൻസർ ഡി. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? നമ്മുടെ PPHും അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ റിസ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ഡ്രഗ്സ് കൊടുക്കുന്നത്, എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ പക്ക PPHുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു ചോദ്യം എവിടെ നിന്ന് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PPH പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മോർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക് യു ഫോർ ലിസണിങ്. ഇത് ഒരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. PPH ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എക്സാംസിനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയും നേരം കേട്ടിരുന്നതിനും ശ്രദ്ധിച്ചിരുന്നതിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.